ഫുട്ബോൾ ലോകത്ത് രണ്ട് തരം കളിക്കാരുണ്ട്. ചിലർ റെക്കോർഡുകൾക്ക് വേണ്ടിയും ഗോളുകൾക്ക് വേണ്ടിയും ട്രോഫികൾക്ക് വേണ്ടിയും കളിക്കുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ മൈതാനത്തേക്ക് ഇറങ്ങുന്നത് കളി കാണാൻ വന്ന ടിക്കറ്റ് എടുത്ത ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ശുദ്ധമായ ആനന്ദം സമ്മാനിക്കാൻ വേണ്ടിയാണ്. കാൽക്കലെത്തുന്ന പന്തിനെ ഒരു കവിതയാക്കി മാറ്റാൻ കഴിയുന്ന ജാലവിദ്യക്കാർ. ബ്രസീലിലെ സാൻഡോസിൻ്റെ തെരുവുകളിൽ നിന്ന് പട്ടിണിയോടെ കൈപ്പറിഞ്ഞ് വളർന്ന ഒരു മെലിഞ്ഞുണങ്ങിയ പയ്യൻ. റൊണാൾഡോയ്ക്ക് ശേഷം ക്യാനറുകളുടെ മണ്ണിൽ നിന്ന് പന്തിനെ ഇത്രയധികം പ്രണയിച്ച മറ്റൊരു സുൽത്താൻ ഉണ്ടായിട്ടില്ല. ജോഗ ബോണിറ്റ എന്ന ബ്രസീലിയൻ കളിയഴകിൻ്റെ അവസാനത്തെ കാവൽക്കാരൻ നെയ്മർ ഡാ സിൽവ സാൻഡോസ് ജൂനിയർ. മനോഹരമായ ഡ്രിബ്ലിങ്ങുകൾ, ഡിഫൻഡർമാരെ കാഴ്ചക്കാരാക്കി മാറ്റുന്ന സ്റ്റെപ്പ് ഓവറുകൾ, ഗ്യാലറിയെ ഭ്രാന്തി പിടിപ്പിക്കുന്ന റെയിൻബോ ഫിക്കുകൾ. അയാൾ പന്തുമായി നീങ്ങുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു നൃത്തവേദിയായി മാറുമായിരുന്നു. ബാഴ്സലോണയുടെ ആ സുവർണകാലത്ത് യൂറോപ്പിനെ വിറപ്പിച്ച MSN സഖ്യത്തിൻ്റെ നട്ടെല്ല്. ലോകം മുഴുവൻ ആ കാൽക്കയിൽ ഒതുങ്ങിയ കാലമായിരുന്നു അത്. പക്ഷേ വിധി അയാൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് കാലം അയാളെ ക്രൂരമായി പരീക്ഷിക്കാൻ തുടങ്ങിയത്. നമുക്ക് 2014 ജൂലൈ 4 പോകാം. ബ്രസീലിൻ്റെ മണ്ണിൽ നടക്കുന്ന ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയക്കെതിരെ ബ്രസീൽ ജയിച്ചു നിൽക്കുകയാണ്. രാജ്യം മുഴുവൻ നെയ്മർ എന്ന തങ്ങളുടെ രാജകുമാരനിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നു. പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. കൊളംബിയൻ താരം സുനിഗയുടെ ആ ക്രൂരമായ ഫൗൾ നെയ്മറിൻ്റെ കശേരുകൾക്ക് തകരാർ സംഭവിക്കുന്നു. വേദന കൊണ്ട് പിടയുന്ന നെയ്മറെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ ബ്രസീലിൻ്റെ ഹൃദയമാണ് പിടഞ്ഞത്. ഡോക്ടർമാർ അന്ന് പറഞ്ഞു, 2 സെൻറ്റിമീറ്റർ കൂടി മാറിയിരുന്നെങ്കിൽ നെയ്മർക്ക് പിന്നീട് ഒരിക്കലും നടക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവിടെ തുടങ്ങുകയായിരുന്നു അയാളുടെ കരിയറിലെ ആ കറുത്ത അധ്യായം. ആ ലോകകപ്പിലെ ബ്രസീലിൻ്റെ തകർച്ച നമ്മൾ കണ്ടു. അതിനുശേഷം അയാൾക്ക് നേരിടേണ്ടി വന്നത് പരിക്കുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. മെറ്റാറ്റാർസൽ ഒടിവുകൾ, കണങ്കാലിനേറ്റ ഗുരുതരമായ പരിക്കുകൾ. ഒടുവിൽ 2023 ഒക്ടോബറിൽ അയാളുടെ കാൽമുട്ടിൻ്റെ ലിഗമെന്റ് തകർന്നുപോയി. ലോകം അയാളെ പരിഹസിച്ചു, തീർന്നുപോയവനെന്ന് വിളിച്ചു, ഗ്ലാസ്മാൻ എന്ന് മാധ്യമങ്ങൾ എഴുതി. PSG-യിലും അൽ ഹിലാലിലും പരിക്കുകൾ അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. കളിക്കളത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഫൗളുകൾ അയാളെ വീഴ്ത്തി. വീണ് കിടക്കുന്ന നെയ്മറെ നോക്കി ഫുട്ബോൾ ലോകം ചിരിച്ചു. ഒന്നിനു പുറകെ ഒന്നായി പരിക്കുകൾ അയാളുടെ കരിയറിൻ്റെ സിംഹഭാഗവും കവർന്നെടുത്തു. ആ കണ്ണീര് കണ്ടിട്ട് ഫുട്ബോൾ ദൈവങ്ങൾക്ക് പോലും സങ്കടം തോന്നിയിട്ടുണ്ടാകും. പക്ഷേ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ വീണ് കിടക്കുന്നത് ഒരു ബ്രസീലിയൻ രക്തമാണ്. കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയായിരുന്നു അത്. ഏതാണ്ട് 650-ലധികം ദിവസങ്ങൾ, അതേ 2 വർഷങ്ങളോളമായി അയാൾ തൻ്റെ രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ട്. കാൽമുട്ടിലെ ശസ്ത്രക്രിയ, പിന്നീട് കഠിനമായ കാഫ് ഇഞ്ചറി, എല്ലാത്തിനെയും അതിജീവിച്ച് 34-ാം വയസ്സിൽ അയാൾ ഇപ്പോൾ വീണ്ടും വരികയാണ്. ഇതാ 2026 ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായകമായ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ ബ്രസീലിൻ്റെ ആ 10-ാം നമ്പർ ജേഴ്സി വീണ്ടും മൈതാനത്തേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് കോച്ച് കാർലോ ആൻസലോട്ടി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നെയ്മർ ഫിറ്റാണ്, അയാൾ സ്ക്വാഡിലുണ്ട്. പരിഹസിച്ചവർ കാണുക, എഴുതി തള്ളിയവർ കേൾക്കുക. സാൻഡോസിൻ്റെ മണ്ണിൽ നിന്ന് കഠിനമായ റീഹാബിലിറ്റേഷൻ പൂർത്തിയാക്കി കഠിനമായ വേദനകളെ കടിച്ചുപിടിച്ച് അയാൾ തിരികെ വരുന്നത് വെറുതെ കളിക്കാനല്ല. ബ്രസീലിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ തൻ്റെ സിംഹാസനം തിരിച്ചു പിടിക്കാൻ വരികയാണ്. പരുക്കുകൾക്ക് അയാളുടെ ശരീരത്തെ തളർത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും, എന്നാൽ അയാളിലെ ഫുട്ബോളറുടെ ആത്മാവിനെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല. ഓർക്കുക, ഇത് നെയ്മറിൻ്റെ 4ാമത്തെ ലോകകപ്പാണ്. ഒരു പക്ഷേ അവൻ്റെ കരിയറിലെ അവസാനത്തെ ലോകകപ്പും. പെലെയും റൊണാൾഡീഞ്ഞോയും ഉയർത്തിയ ആ കനക കിരീടം കഴിഞ്ഞ് 24 വർഷമായി ബ്രസീലിലേക്ക് എത്തിയിട്ടില്ല. ആ 6ാം ലോക കിരീടം ഹെക്സ, അത് ബ്രസീലിൽ എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ മുറിവേറ്റ സിംഹത്തിന് ഇപ്പോഴുള്ളത്. തൻ്റെ കരിയറിൽ കോൺഫെഡറേഷൻ കപ്പും ഒളിമ്പിക് ഗോൾഡും ഒക്കെ അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിലും ഈ ലോകകപ്പ് അയാൾക്ക് ജീവനാണ്. തന്നെ ഒരുപാട് വേദനിപ്പിച്ച, ഒരുപാട് കണ്ണീർ കുടിപ്പിച്ച ഫുട്ബോളിനോട് അയാൾക്ക് കടം തീർക്കാനുണ്ട്. വിമർശകർക്ക് കളിക്കളത്തിലൂടെ മറുപടി നൽകാൻ അയാൾക്ക് ഈ ഒരു ടൂർണമെൻറ്റ് ബാക്കിയുണ്ട്. കളിക്കളത്തിൽ നെയ്മർ പന്തുമായി വീണ്ടും കുതിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പ് അതിവേഗത്തിലാകും. ഇതൊരു തിരിച്ചുവരവ് മാത്രമല്ല, ഇത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതികാരമാണ്. കാലത്തോട്, നീതിയോട്, പരിക്കുകളോട് നെയ്മർ നടത്തുന്ന യുദ്ധം. ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങൾ ചരിത്രമാണ്. മിയാമി സ്റ്റേഡിയത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ അയാൾ ബൂട്ട് കെട്ടിയിറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. രാജാക്കന്മാർ വരും പോകും, എന്നാൽ സുൽത്താൻമാർ എപ്പോഴും ഭരിച്ചുകൊണ്ടേയിരിക്കും. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗെറ്റ് റെഡി ഫോർ ദി മാസ് കംബാക്ക് ഓഫ് നെയ്മർ ജൂനിയർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.